السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. വിശുദ്ധമാക്കപ്പെട്ട ഏറ്റവും പവിത്രമായ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന മഹത്തായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമായി കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ നിലക്കും വളരെയധികം സന്തോഷവാനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് മഹത്തായ റമളാൻ ഷരീഫിലേക്ക് നമ്മെ എത്തിച്ചു എന്നുള്ളത്. ഈ മഹത്തായ മാസത്തിൽ ചെറിയൊരു നന്മക്ക് പോലും വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ, എന്തെല്ലാം നന്മകളുണ്ടോ ഒന്നുപോലും ഒഴിയാതെ അതെല്ലാം ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവനാണ് വിശ്വാസി. അതിനുവേണ്ടി അവൻ മത്സരിക്കും, അതിനുവേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്യും. ഭൗതികമായ ഏതൊരു വിഷയത്തെക്കാളും മഹത്തായ റമളാൻ ഷരീഫിനെ എല്ലാ നിലക്കും അതിൻ്റെ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ച് നന്മകളെ കൊണ്ട് വിശുദ്ധ റമളാൻ ഷരീഫിൽ വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവൻ തയ്യാറാകും. അതിനുവേണ്ടി ഭൗതികമായ വിഷയങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ തടസ്സമായി ഇബാദത്തുകൾക്ക് തടസ്സമായി വരുന്നുവോ അത് മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ മുൻകൂട്ടി ചെയ്തു വച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് തൻ്റെ കുടുംബത്തിനും മറ്റുമൊക്കെ ഭക്ഷണവും വസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം അതിനു വേണ്ടി വിശുദ്ധ റമളാൻ ഷരീഫിൽ അവൻ ഭൗതികമായ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകേണ്ടി വരും. അപ്പോൾ ഇബാദത്ത് തടസ്സമാകുമെന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ മുൻകൂട്ടി അത് അറിഞ്ഞ് റമളാൻ ഷരീഫിലേക്ക് വേണ്ടി അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, മറ്റു സാധനങ്ങളെല്ലാം അവൻ ഒരുക്കി തയ്യാറാക്കി വെക്കും. കാരണം റമളാൻ ഷരീഫിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമയം ചെലവഴിക്കേണ്ടി വന്നാൽ അത് വലിയൊരു നഷ്ടമായി തീരുമല്ലോ എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് റമളാൻ ഷരീഫ് അവൻ തിരഞ്ഞെടുക്കില്ല. റമളാന് മുമ്പ് തന്നെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടുന്ന വസ്ത്രങ്ങൾ അവൻ വാങ്ങി വച്ചിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ആദ്യമേ തയ്യാറാക്കി വച്ചിരിക്കും. അങ്ങനെയായിരിക്കും വിശ്വാസി ഉണ്ടാവുക എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കപടവിശ്വാസിയായ ഈമാൻ ബലഹീനനായ മനുഷ്യനാണെങ്കിലോ അവൻ റമളാൻ ഷരീഫ് ഏറ്റവും പ്രയാസകരമായൊരു മാസമായിട്ടായിരിക്കും അവൻ കാണുക. കാരണം അവന് റമളാൻ ഷരീഫായി കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരും മറ്റുമൊക്കെ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകും, കൃത്യമായി നോമ്പനുഷ്ഠിക്കും, തറാവീഹ് അടക്കമുള്ള നിസ്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവൻ അതിൽ പോകാതിരുന്നാൽ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ആ രൂപത്തിൽ ശപിച്ചുകൊണ്ട് ഈ ഒരു മാസം പെട്ടെന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന രൂപത്തിലായിരിക്കും അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി തീരുക എന്നും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ വിശ്വാസികളെ പരിഹസിക്കാനും അവരെ കളിയാക്കാനും അവരെ ന്യൂനതകൾ പറഞ്ഞു പരത്താനുമൊക്കെ ആയിരിക്കും അവൻ സമയം ചെലവഴിക്കുക. അവന് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് ഉണ്ടായിത്തീരുക എന്നൊക്കെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവല്ലക്കും ഷഹ്റു റമളാൻ, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് ദാ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നു. മാ മളഅ അലൽ മുസ്ലിമീന ഷഹ്റുൻ ഖൈറുൻ ലഹും മിൻഹു, റമളാൻ ഷരീഫിനേക്കാൾ മഹത്തായ മാസം മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല. അതേ വലാബിൽ മുനാഫിഖിന ഷഹ്റുൻ ഷർറുൻ ലഹും മിൻഹു, എന്നാൽ മുനാഫിഖായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഷർറായ ഏറ്റവും പ്രയാസകരമായ ഒരു മാസമാണ് റമളാൻ ഷരീഫ്. എന്നിട്ട് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുഅ്മിനായ മനുഷ്യൻ, സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ എന്തു ചെയ്യും? അന്നൽ മുഅ്മിന യുഇദ്ദു ലഹു നഫഖത ലിൽ ഇബാദ, റമളാൻ ഷരീഫിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവൻ മുൻകൂട്ടി തന്നെ റമളാൻ ഷരീഫിലേക്ക് ആവശ്യമായ ചെലവിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ ഒരുക്കി തയ്യാറാക്കി വെക്കും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, റമളാൻ ഷരീഫാകുമ്പോൾ പെരുന്നാളാകുമ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, അതിന് ഷോപ്പിങ്ങിന് പോകണം. അവൻ ഒരിക്കലും റമളാൻ ഷരീഫ് അത് ഉപയോഗപ്പെടുത്തില്ല. റമളാന് മുമ്പ് തന്നെ അത് ഒരുക്കി തയ്യാറാക്കി വെക്കും. അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും മറ്റെന്തെല്ലാം കാര്യങ്ങൾ വേണമോ അതെല്ലാം റമളാൻ ഷരീഫിന് മുമ്പ് തന്നെ അവൻ ഒരുക്കി തയ്യാറാക്കി ഈ റമളാൻ അത് പൂർണ്ണമായ ഇബാദത്തിന് വേണ്ടി മാത്രം അവൻ മാറ്റിവെക്കും. എന്നാൽ മുനാഫിഖോ അന്നൽ മുനാഫിഖ യുഇദ്ദു ഫീഹി ഖഫലാത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അത് വത്തിബായി ഔറാത്തിഹിം, അവരുടെ ന്യൂനതകളും അവരുടെ കുറ്റവും കുറവും പറഞ്ഞടക്കലായിരിക്കും മുനാഫിഖിൻ്റെ പണി. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ വിശുദ്ധ റമളാൻ ഷരീഫിന് മുതലെടുപ്പ് നടത്തുകയും മുനാഫിഖായ മനുഷ്യനോ മറ്റുള്ളവരുടെ ന്യൂനതകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നുകൊണ്ട് അവൻ്റെ വിലപ്പെട്ട സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. വിശ്വാസിയായ മനുഷ്യൻ വിശുദ്ധ റമളാൻ ഷരീഫിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.